ചരിത്രത്തിന്റെ വിലാപം പോലെ യുഗാന്തരങ്ങളിൽ കാലത്തിന്റെ കറുത്ത മുഖങ്ങളിൽ പ്രതികരിക്കാൻ കഴിയാത്ത മനുഷ്യർ, പ്രജകൾ എഴുതിവെച്ച ഒരു ചോദ്യമുണ്ട്. മനുഷ്യബന്ധങ്ങളെ കീറിമുറിക്കുന്ന രാജ്യശാസന അനീതിയല്ലേ? 1-ാം നൂറ്റാണ്ടിൽ ഗലീലിയായും പേർഷ്യയും ഭരിച്ചിരുന്ന രാജാവ്, ബെത്ലഹേമും യൂദയായും അടക്കം റോമൻ സ്വാധീന പ്രവിശ്യകളെ നിയന്ത്രിച്ചിരുന്ന രാജാവ്, സ്വന്തം അസ്തിത്വവും നിലനിൽപ്പും ഭദ്രമാക്കാൻ സ്വയം രാജാവായി ദൈവത്തിലുപരിയായി പുകളും പുകഴ്ചയും ആഗ്രഹിച്ച രാജാവ്, കാലത്തിന്റെ കനത്ത മതിലുകൾക്കപ്പുറത്ത് എന്നും മുഴങ്ങിയ ശബ്ദം, സെന്റ് ജോസഫ് പ്രയർ ഗ്രൂപ്പ് സാദരം പരിചയപ്പെടുത്തുന്ന രാജാവ് ഹെറോദേസ്. വിധി എഴുതാൻ യവനിക ഉയരട്ടെ. പ്രഭു, എന്താണങ്ങ് അസ്വസ്ഥനായിരിക്കുന്നത്? റാണി ഓർക്കുന്നില്ലേ, ഋതുക്കളും കാലങ്ങളും മാറിയെങ്കിലും പ്രവാചകന്മാർ പ്രവചിക്കപ്പെട്ട ഒരു രക്ഷകനെ കുറിച്ച്? ഉവ്വ് പ്രഭു. എന്നാൽ ഇപ്പോൾ ഈ ചിന്തയ്ക്ക് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഈ ചിന്ത എന്നെ അസ്വസ്ഥനാക്കുന്നു. ഈ ജനതയ്ക്ക് അധിപൻ ഞാൻ മാത്രം. എനിക്കുപരിയായ ഒരു രക്ഷകൻ, അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. റാണി, എന്റെ വിശ്വസ്തനായ പള്ളിയറക്കാരൻ ബ്ലാസ്തോസിനെ വിളിക്കൂ. ശരി പ്രഭു. അടിയൻ ബ്ലാസ്തോസിനോട് വരാൻ പറയൂ. ഉത്തരവ്. പ്രഭു, അടിയനിതാ. ബ്ലാസ്തോസ്, പ്രിയമിത്രമേ, വിശിഷ്ട ദിനങ്ങളിൽ നീ വിളമ്പുന്ന സ്വാദിഷ്ടമായ വീഞ്ഞ് ഇന്നെനിക്ക് സേവിക്കണം. ഉത്തരവ് പോലെ. പ്രഭു, മഹാമന്ത്രി മുഖം കാണിക്കാൻ അനുവാദം ചോദിക്കുന്നു. അനുവാദം. പ്രഭു, പൗരസ്ത്യ ദേശത്തു നിന്നും 3 ജ്ഞാനികൾ എത്തിയിട്ടുണ്ട്. എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവനെന്നാണ് അവർ അന്വേഷിച്ചത്. കിഴക്കുദിച്ച നക്ഷത്രമാണ് അവരെ വഴി നടത്തിയത്. എന്റെ ചിന്തകൾ കാക്കം കൂടുന്നു. അപ്പോൾ യഹൂദർക്ക് രാജാവായ ഒരുവൻ ജനിച്ചിരിക്കുന്നുവെന്നോ? പ്രധാന പുരോഹിതരെയും നിയമജ്ഞരെയും ഉടനെ വിളിച്ച് ജ്ഞാനികൾ പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്നറിയണം. സത്യമെങ്കിൽ ജനിച്ച ശിശുവിനെ വണങ്ങിയതിനു ശേഷം തിരികെ നമ്മെ വന്ന് മുഖം കാണിക്കാൻ പറയുക. ഉത്തരവ് പോലെ പ്രഭു. ഇതാ പ്രഭു, അങ്ങ് ആഗ്രഹിച്ച വീഞ്ഞ്. അസ്വസ്ഥനാകാതെ സന്തോഷമായിരുന്നല്ലോ. രാവും പകലും ജ്ഞാനികളുടെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചെങ്കിലും അവർ എത്തിയില്ല. തന്റെ കൽപ്പന ധിക്കരിച്ച് തന്നെ കബളിപ്പിച്ചതറിഞ്ഞ് ഹെറോദേസ് രാജാവ് രോഷാകുലനായി. എവിടെയാ ജ്ഞാനികൾ? ഇപ്പോൾ യഹൂദർക്കൊരു രാജാവ് ജനിച്ചത് സത്യം. എനിക്കുപരിയായ ഒരു രാജാവ് ഇല്ല. ഞാനത് അനുവദിക്കില്ല. മന്ത്രി പ്രഭു, വിളിക്കൂ നമ്മുടെ പടത്തലവനായ ലൂസിയോസിനെ. ഉത്തരവ്. ലൂസിയോസിനോട് വരാൻ പറയൂ. പ്രഭു. ലൂസിയോസ്, രാജശാസനം ലംഘിച്ചിരിക്കുന്ന അജ്ഞാനികൾ എനിക്കുപരിയായ യഹൂദർക്കൊരു രാജാവുണ്ടാകരുത്. അതുകൊണ്ട്
ബാദ്ലഹേമിലും സമീപ പ്രദേശത്തുമുള്ള 2 അതിൽ താഴെയും പ്രായമുള്ള മുഴുവൻ ആൺകുട്ടികളെയും വധിക്കണം. പ്രഭോ, അത് അരുത്, അരുത് പ്രഭോ, അരുത്. ഇതാണ് എന്റെ കൽപ്പന. രാജതന്ത്രം. ഉത്തരവ്. മഹാമന്ത്രി, കേൾക്കണം എനിക്ക്. ഈ തെരുവോരങ്ങളിൽ നിന്നും ജീവനറ്റ് പോകുന്ന കുട്ടികളുടെ വിലാപം. അത് യഹൂദരുടെ രാജാവായി ജീവിക്കുന്ന ആ കുഞ്ഞിന്റെ കരച്ചിൽ. എങ്കിലും പ്രഭോ. വേണ്ട, ഒന്നും പറയണ്ട. ഈ യൂദായെയും ഗലീലിയായും അടക്കി വാഴാൻ ഒരു രാജാവ്, ഒരേ ഒരു രാജാവ്, ഈ ഹെറോദേസ്. ഹെറോദേസ് രാജാവിന്റെ വിശ്വസ്തനായ പടത്തലവൻ ലൂസിയോസ് ഉത്തരവ് പോലെ ബെത്ലഹേമും സമീപ പ്രദേശത്തുമുള്ള 2 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെ വാളിനിരയാക്കി. അങ്ങനെ ആ ദേശത്തെ അവസാനത്തെ വീട്ടിൽ അവർ എത്തിയപ്പോൾ മോനെ, പെട്ടെന്ന് ഉറങ്ങിക്കോളൂ. എന്താണെന്ന് എനിക്കറിയില്ല. പുറത്ത് കുതിരക്കുളമ്പടിയുടെയും രാജഭടന്മാരുടെ ആക്രോശങ്ങളും കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും കൂട്ടക്കരച്ചിലുമാണ്. എന്റെ മോൻ പെട്ടെന്ന് ഉറങ്ങിക്കോളൂ. വരൂ, അമ്മ മോനെ അകത്ത് കൊണ്ടുപോയി കിടത്താം. നിൽക്കൂ, ഇതാണ് അവസാനത്തെ വീട്. ഇവിടെ ആൺകുട്ടിയുണ്ടെന്ന് തോന്നുന്നില്ല. അതെങ്ങനെ ലൂസിയോസ്? നമുക്കുള്ള കണക്കനുസരിച്ച് ഈ വീട്ടിൽ ആൺകുട്ടിയാണ്. പിന്നെ നിനക്കെങ്ങനെ ഇല്ലെന്ന് പറയാൻ കഴിയും? വേണ്ട, ഈ വീട്ടിൽ കുട്ടിയെ തിരയേണ്ട. നമുക്ക് തിരിച്ചു പോകാം. എന്തുകൊണ്ട്? രാജകൽപ്പന അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ദയവ് ചെയ്ത് ഈ വീട് ഒഴിവാക്കണം. ഈ വീട് മാത്രം ഒന്ന് ഒഴിവാക്കണം. കാരണം രാജശാസനം ലംഘിച്ചാലുള്ള ശിക്ഷ നിനക്കറിവുള്ളതല്ലേ? അതെ, അറിയാം. എന്നാൽ ഇതെന്റെ വീടാണ്. എന്റെ മകനെ കൊല്ലരുത്. എനിക്കുള്ള ഒരേ ഒരു പുത്രനാണ്. അവരെ കൊല്ലരുതേ. ലൂസിയോസ്, നിനക്കും എനിക്കും രാജകൽപ്പന ഒരുപോലെ. അതെ, രാജകൽപ്പനക്കെതിരായി പറഞ്ഞ ഇവനെ ബന്ധിക്കൂ. ഞാൻ അകത്തുപോയി കുട്ടിയെ തിരയട്ടെ. അവരെ കൊല്ലരുതേ. കുട്ടിയെ വാളിനിരയാക്കൂ. അയ്യോ, അരുതേ. എന്റെ മകനെ ഒന്നും ചെയ്യരുതേ. അവനെ കൊല്ലരുതേ. ലൂസിയോസ്, നമ്മുടെ മകനെ കൊല്ലരുതേ എന്ന് പറയൂ. നിങ്ങളുടെ കാല് പിടിക്കും. ഇത് രാജാവിന്റെ ഉത്തരവാണ്. നിറവേറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് മരണം ഉറപ്പാണ്. ഇല്ല, എന്റെ മകനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ മകനെ വിട്ടു തരണം. അവരെ കൊല്ലരുതേ. ക്ഷമിക്കണം. ഹെറോദേസ് മഹാരാജാവ് നീണാൾ വാഴട്ടെ. ഹെറോദോസ് മഹാരാജാവ് നീണാൾ വാഴട്ടെ. രാജകൽപ്പന നീണാൾ വാഴട്ടെ. എന്ത് നേടി നിങ്ങള്? ഇത്രയും കാലം രാജാവിനെ സേവിച്ചിട്ട്, രാജാവിനായി ജീവിച്ചിട്ട്, സ്വന്തം കുഞ്ഞിനെ പോലും രക്ഷിക്കാൻ കഴിയാത്ത നിങ്ങളെ എനിക്കിനി കാണണ്ട. അയ്യോ, എന്റെ പോലെ, എന്റെ പോലെ, എന്റെ പൊന്നുപോലെ, അമ്മയുടെ പൊന്നുപോലെ.
അയ്യോ, എനിക്ക് ഉപരിയാണ് രാജാവ്, എനിക്ക് ഉപരിയാണ് രാജാവ്. കൽപ്പന ധിക്കരിച്ച ഇവനെ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കാം. വരൂ. അയ്യോ, എന്നെ വിടൂ, വിടൂ. ലൂസിയോസിനെ അവർ രാജകൊട്ടാരത്തിൽ എത്തിച്ചു. രാജാവിന്റെ കൽപ്പന നിറവേറ്റാത്തത് രാജ്യദ്രോഹ കുറ്റമായി പരിഗണിച്ച് ലൂസിയോസിന്റെ തലയറക്കണം എന്ന് രാജസദസ്സിൽ ഉള്ളവർ പറഞ്ഞു. എന്നാൽ ഹെറോദേസ് രാജാവ് ലൂസിയോസിനെ ചമട്ടുകൊണ്ടടിച്ച് അടിമകൾ പാർത്തിരുന്ന സീദോൻ എന്ന ദേശത്തേക്ക് നാടുകടത്താൻ ഉത്തരവായി. വർഷങ്ങൾ കടന്നുപോയി. സീദോനിലെത്തിയ ലൂസിയോസ് അവിടെയുള്ള ആളുകളുടെ വിശ്വസ്തനായി. ആളുകൾ അവന്റെ ഒപ്പമായി. അവൻ അവരുടെ നേതാവായി. അങ്ങനെ ഒരു ദിവസം, കൂട്ടരെ, എത്ര സംവത്സരമായി നിങ്ങൾ ഹെരോദേസിന്റെ അടിമകളായി തുടരുന്നു. വേണ്ടേ ഇതിനൊരു അവസാനം? വേണം, ഞങ്ങൾ ആഗ്രഹിക്കുന്ന മോചനം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു വഴി തുറക്കും. നമുക്കായും അവനുണ്ടാകും. ആരുണ്ടാകും? ഹെറോദോസ് രാജാവിനെ ആര് സ്വാധീനിക്കും? ഉണ്ട്, രാജാവിന്റെ വിശ്വസ്തനായ പള്ളിയറക്കാരൻ ബ്ലാസ്തോസ്. വരൂ ബ്ലാസ്തോസ്, എന്റെ പ്രിയമിത്രം. രാജാവിനെ മത്തുപിടിപ്പിക്കുന്ന, വീഞ്ഞു നൽകി സന്തോഷിപ്പിക്കുന്ന വിശ്വസ്തൻ. 5000 സ്വർണ്ണ നാണയത്തിന് ഇവൻ നമ്മെ സഹായിക്കും. രാജാവിനെ സ്വാധീനിക്കും. തീർച്ചയായും ഞാൻ സഹായിക്കാം. അടുത്ത വാരം നിങ്ങൾക്ക് രാജാവിനെ മുഖം കാണിക്കാൻ ഞാൻ അവസരം ഒരുക്കാം. കൊള്ളാം ബ്ലാസ്തോസ്, നിശ്ചയ ദിവസം എന്നെ അറിയിക്കുമല്ലോ. ഇതാ പ്രതിഫലം. കൊള്ളാം, നിങ്ങളുടെ ആഗ്രഹം ഞാൻ നിറവേറ്റും. ഞാനല്ല, ഈ കൂട്ടത്തിൽ നിന്നും സ്റ്റെഫാനോസ് ആയിരിക്കും രാജാവിനോട് സംസാരിക്കുക. അയ്യായിരം സ്വർണ്ണ നാണയം കൈപ്പറ്റിയ ബ്ലാത്തോസ് ഹെറോദേസ് രാജാവിനെ സ്വാധീനിച്ച് സീദോനിലെ അടിമകളെ മുഖം കാണിക്കാൻ അനുവാദം നേടി. അതനുസരിച്ച് ഹെറോദേസ് രാജാവ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. പറയുക, നാം എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? സംവത്സരങ്ങളോളം അടിമകളായ ഞങ്ങളുടെ മോചനം സാധ്യമാകുമോ പ്രഭോ? എന്താ സംശയം? ബലവാനും സർവാധിപനും സർവശക്തനുമാണ് നാം. എനിക്കുപരിയായി ഒരു ശക്തിയുമില്ല. ഇതൊരു ദേവന്റെ സ്വരമാണ്, മനുഷ്യന്റേതല്ല. അതെ, ദൈവത്തിന്റെ സ്വരം. ഹെറോദേസ് രാജാവ് നീണാൾ വാഴട്ടെ! ഹെറോദേസ് രാജാവ് നീണാൾ വാഴട്ടെ! നീ വെറും പൊടിയും ചാരവുമാകേണ്ടവൻ. അരുത്, എന്നെ ഒന്നും ചെയ്യരുത്. രാജകീയ പദവികൾ കൊണ്ട് സ്വയം സർവശക്തനെന്ന് അഹങ്കരിക്കുന്ന മൂഢൻ. അല്ല,
അല്ല, ഞാനല്ല. എന്നെ ഒന്നും ചെയ്യരുത്. ദൈവത്തിന് മഹത്വം നൽകാതെ ദൈവത്തിനുപരിയായി വിരചിച്ച നിനക്കും മാപ്പില്ല. എന്നെ ഒന്നും ചെയ്യരുത്. ദൈവമേ, ഞാൻ നിസ്സഹായൻ. എന്നെ ഒന്നും ചെയ്യരുത്. നിന്റെ അന്ത്യവിധി അടുത്തിരിക്കുന്നു. നീ മരിക്കും. ഒരു തുമിനീരിറങ്ങാതെ പൂഴിയിൽ കിടന്ന് പുഴുക്കൾ അരിച്ച് നീ അന്ത്യശ്വാസം വലിക്കും. അതാണ് ദൈവത്തിന്റെ നീതി. അന്ധകാരം ഇവനെ ആവരണം ചെയ്യട്ടെ. പ്രിയരെ, നമുക്ക് ചുറ്റും നാം കാണുന്ന യാഥാർത്ഥ്യം എന്താണ്? ഉള്ളതിലധികം മേന്മ നടിക്കുന്ന അഹങ്കാരിയായ മർത്യന്റെ പ്രതീകമാണ് ഹെറോദേസ്. ഉള്ളതും ഉള്ളും മറച്ച് മുഖമൂടികളിൽ ആശ്രയിച്ച് അവസരോചിതമായി ചൂട് മാറ്റുന്ന യാന്ത്രിക ജന്മങ്ങളുടെ ലോകം. ദൈവത്തിനുപരിയായി സ്വന്തം കഴിവിലും അഹത്തിലും ആശ്രയിക്കുന്ന മനുഷ്യ, നിന്റെ പിറകിലും ഒരു ദൈവദൂതനുണ്ട്. ഒരു ഇരുമ്പ് തണ്ടുമായി നിന്നെ അടിച്ചു വീഴ്ത്താൻ. ചിന്തിക്കുക. മാറ്റം അനിവാര്യം. നന്ദി. അരങ്ങത്തും അണിയറയിലും. രചനാ സംവിധാനം സൈജു കുര്യാക്കോസ്. ഹെറോദേസ് പ്രിൻസ്. രാജ്ഞി വിൻസി. മന്ത്രി ജോഷി. ലൂസിയോസ് അഭിലാഷ്. അമ്മ അനു. ബ്ലാസ്തോസ് ട്വിങ്കിൾ. ബഡൻ ജസ്റ്റിൻ. ബഡൻ ഷൈൻ. സ്റ്റെഫാനോസ് ബിജു. ദൈവദൂതൻ ജസ്റ്റിൻ. പ്രകാശ നിയന്ത്രണം അമിത്.